കുറച്ച് ദിവസമായി കഥയമ്മ ഇല്ലല്ലോ, എന്നാ പറ്റി? കഥയമ്മ ഏതെങ്കിലുമൊക്കെ ആത്മീയ പുരുഷന്മാരെ പറ്റി പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ മാംസളമായ കുറേ വാർത്തകളൊക്കെ വരിക. അപ്പം അതിലൊക്കെ ഇതും മുങ്ങിപ്പോവും. ആത്മീയത അധികം പറയണമെന്നാണ് ആഗ്രഹം. അങ്ങേക്ക് പുണ്യം കിട്ടും. അന്തരീക്ഷം സുഖകരമല്ലായിരുന്നു. ഹേമ റിപ്പോർട്ട് വന്നിട്ട് ആകെ വഷളായി കിടക്കുമ്പോൾ ശരിക്കും അന്നേരമാണ് ഒരു കഥയമ്മയൊക്കെ വേണ്ട. ആളുകൾക്ക് ഈ അശ്ലീല വാർത്തകളൊക്കെ കേൾക്കുന്നതിനിടയ്ക്ക് ഒരെണ്ണം പറഞ്ഞു, റോമൻ പൊളാൻസ്കി. ഏതായാലും കഥയമ്മയുമായി വീണ്ടും രാമേന്ദ്രൻ സാർ വന്നിട്ടുണ്ട്. ഇന്ന് പറയുന്നത് നമ്മളധികം കേട്ടിട്ടില്ലാത്ത രമണ മഹർഷിയുടെ വലങ്കൈ ആയിരുന്ന ഒരാളെക്കുറിച്ചാണ്. അതാരാണ് രാമേന്ദ്രൻ സാറേ? കുഞ്ചുസ്വാമി. കുഞ്ചുസ്വാമി കേട്ടിട്ടില്ല. അത് കുറേ 1920 മുതൽ രമണ മഹർഷി മരിക്കുന്നത് 1960. തിരുവണ്ണാമലയിലായിരുന്നു കുഞ്ചുസ്വാമി ഉണ്ടായിരുന്നു. അതെ, അദ്ദേഹം അവിടെ ചെല്ലുന്ന കഥയാണ് ഞാൻ പറയുക. അത് കുഞ്ചുസ്വാമി തിരുവണ്ണാമലയിൽ എത്തി രമണ മഹർഷിയുടെ ആദ്യമായിട്ട് കാണുന്നത് വരെ. ഈ ഇന്നലെ സെപ്റ്റംബർ 1 അത് ശരിക്കും രമണാരുണ സംഗമ പുണ്യദിനം എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ രമണാരുണ സംഗമ പുണ്യദിനം സെപ്റ്റംബർ 1. അതാണ് ഈ കുഞ്ചുസ്വാമിയെ പറ്റി ഇന്നലെ ഇന്നലെ സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം മെട്രിക്കുലേഷനൊക്കെ കഴിഞ്ഞ് മധുരയിലെ തിരുച്ചുഴി എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് വീട്ടിലാരോടും പറയാതെ പോവുകയാണ്. ആത്മീയ യാത്ര. ഇതാണ് ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പല സന്യാസിമാരുടെയും ജീവിതം എങ്ങനെയാണല്ലോ. ഒരു സുപ്രഭാതത്തിൽ അവർക്കൊരു വിളി വരുന്നു, അവരങ്ങനെ വീട് വിട്ടു പോകുന്നു. പലരെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രക്രിയയാണ്. രമണ മഹർഷിയുടെ ജീവിതം നന്നായി ഞാൻ വായിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ആദിശങ്കരൻ മുതൽ എങ്ങനെയാണ്, ഒരു സമയത്ത് പോകണമെന്ന് പറയുന്നു, അമ്മ വിടില്ല എന്ന് പറയുന്നു, മുതല പിടിക്കുന്നു, അങ്ങനെയൊക്കെ ആണല്ലോ കഥ. അതെ, ഈ കുഞ്ചുസ്വാമിയുടെ കഥ ഞാൻ പറയുന്ന അദ്ദേഹം തന്നെ തമിഴിൽ എഴുതി വെച്ചിട്ടുള്ള, പിന്നെ അത് ഇംഗ്ലീഷിലുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്, മൈ റെമിനിസൻസസ് കുഞ്ചുസ്വാമി. അപ്പോൾ ഇതിൽ കുറച്ച് അത്ഭുത ഭാഗങ്ങളൊക്കെ ഉണ്ട്, സാധാരണഗതിയിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ചിലപ്പോൾ അങ്ങനത്തെ ജീവിതങ്ങളിൽ അങ്ങനെ ഉണ്ടാവും. രമണ മഹർഷി ഒരു മരണാനുഭവം ഉണ്ടായ ശേഷമാണ് വീട് വിടുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത്, അതായത് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് അതിനെ പറ്റിയിട്ടൊരു തിരിച്ചറിവ്, ആ ഭാഗം അദ്ദേഹം വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കൊരു ദിവസം ലളിതമായിട്ട് ആ ഭാഗം മാത്രം സംസാരിക്കാം. ഈ മരണാനുഭവം മറ്റൊരു ദിവസം അത് കുറച്ചുകൂടിയൊക്കെ കഴമ്പുള്ള അഗാധമായൊരു ഭാഗമാണത്. അത് കഴിഞ്ഞ് ശരിക്കും മരിച്ച പോലെയൊക്കെ ആയിട്ടൊരു തിരിച്ചുവരവുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ അങ്ങോട്ട് പോകുന്നത് തിരുവണ്ണാമലയിലേക്ക്. അവിടെ അരുണാചല ക്ഷേത്രമുണ്ട്. അദ്ദേഹം അവിടെ എത്തി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഭഗവാനോട് പറഞ്ഞു, ശിവക്ഷേത്രമാണ്, അപ്പാ ഞാൻ വന്നേ, അച്ഛ ഞാൻ വന്നിരിക്കുന്നു, ഇനി ഇതുക്ക് നീ താൻ, ഇനി ഇതിന് ഈ ശരീരത്തിന് നീയാണ് ഇത് എന്നല്ലേ പിന്നെ പറയേണ്ടതുള്ളൂ. ഇതിന് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ എന്ന് പറയുന്ന ആ ഭാഗം ഇല്ലല്ലോ, അത് തീർന്നുപോയി. അഹങ്കാരം അഹംഭാവമൊക്കെ കഴിഞ്ഞു. അപ്പോഴല്ലേ ഈ ഞാൻ എന്നൊക്കെ പറഞ്ഞ് പണ്ടാരോ ആത്മകഥ എഴുതിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പോസിറ്റർ വന്ന് ഈ എഴുത്തുകാരനോട് പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ, സാർ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞ അക്ഷരം തീർന്നുപോയി, ഇനി കമ്പോസ് ചെയ്യാൻ ഇങ്ങനെയാണ്, പണ്ട് ടൈപ്പ് വർക്ക് വെക്കണമല്ലോ. അപ്പോൾ 1896 സെപ്റ്റംബർ 1 അദ്ദേഹം തിരുവണ്ണാമലയിൽ ചെന്നത്, രമണ മഹർഷി. ഞാൻ ശ്രദ്ധിക്കാത്തൊരു ഭാഗം ഇപ്പോൾ വന്നു. 1897 രമണ മഹർഷി അങ്ങോട്ട് ചെന്നിട്ട് അടുത്ത വർഷം 1897 ജനുവരിയിലാണ് കുഞ്ചുസ്വാമി ജനിക്കുന്നത്. അത് ശരി. അത് അദ്ദേഹം പാലക്കാടിനും ചിറ്റൂരിനും ഇടയ്ക്ക് ചിറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു എന്നാണ് കാണുന്നത് അദ്ദേഹത്തിന്. അത് ശരി. ഞാൻ കരുതി സാർ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ മധുര എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തമിഴ്നാട്ടിലാണെന്ന് ഓർത്തു. അത് രമണ മഹർഷി. ഞാൻ കുഞ്ചുസ്വാമിയെ പറ്റിയാണ് പറയണേ. ഇനി
കുഞ്ചുസ്വാമി ജനിക്കുന്നത് ഇദ്ദേഹം 1896 കുഞ്ചുസ്വാമി 1897 ജനുവരിയിൽ ജനിക്കുന്നു. അതാ പറഞ്ഞത്, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ. അത് പാലക്കാടിനും ചിറ്റൂരിനും ഇടയ്ക്ക് ചെറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. 3 വയസ്സ് വരെ അങ്ങനെ വിശേഷമായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. സാധാരണ കുട്ടികൾ കളിക്കുന്നത് പോലെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഒരു ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജാതകം കൊണ്ടുപോയിട്ട് അച്ഛൻ, അമ്മാവൻ ജ്യോത്സ്യനാണ്, കാണിച്ചു. ഇത് വളരെ വിശേഷ ജാതകമാണ്, ദൈവികത്വം ഉള്ള കുട്ടിയാണ്, സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടിയൊക്കെ വളർത്തണം എന്ന് അമ്മാവൻ ഉപദേശിച്ചു. ഈ അച്ഛനെ ഉപദേശിച്ചു, നീ ഇങ്ങനെയൊക്കെ ചെയ്യണം, നല്ല കുട്ടിയാണ്, ദൈവികത്വമുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. ഈ അച്ഛൻ ഈ കൈവല്യ നവനീതം എന്ന് പറഞ്ഞാൽ തമിഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദാന്ത ഗ്രന്ഥമാണ് കൈവല്യ നവനീതം. അത് താണ്ഡവരായർ 16-ാം നൂറ്റാണ്ടിൽ എഴുതിയത് പുസ്തകം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കൈവല്യ നവനീതത്തിനെ പറ്റി രമണ മഹർഷിയുടെ സംഭാഷണങ്ങളിൽ ധാരാളം വരുന്നുണ്ട്. ഈ പുസ്തകം വരും, ഋഭുഗീത എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകവും വരും. ഭഗവത്ഗീതയൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ള ഗീതയാണ് ഋഭുഗീത. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കൈവല്യ നവനീതം ഈ അച്ഛൻ വായിച്ചിരുന്നു, കുഞ്ചുസ്വാമിയുടെ അച്ഛൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആത്മീയ ഒരു ഇൻക്ലിനേഷൻ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു എന്നർത്ഥം. ആ കാലത്ത് പനയോലയിലൊക്കെയാണ് ആദ്യം ഒക്കെ പഠിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. പനയോല കുഞ്ചുസ്വാമി അക്കാലത്ത് അങ്ങനെയായിരിക്കും, നാരായം കൊണ്ട് എഴുതുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 7ാമത്തെ വയസ്സൊക്കെ ആയപ്പോൾ ഒരു ദിവസം അവിടെ കുളത്തിൽ അച്ഛൻ്റെ കൂടെ കുളിക്കാൻ പോയി. അങ്ങനെ കുളിക്കുമ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് കുറേ ബ്രാഹ്മണർ, കുഞ്ചുസ്വാമിയുടെ ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ കുടുംബമല്ല, കുറേ ബ്രാഹ്മണർ ഈ വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട്. അപ്പോൾ ആ മന്ത്രജപത്തിൽ വലിയ ഒരു രസം തോന്നി കുഞ്ചുവിന്. അന്ന് രാത്രി ഈ ശിവൻ സ്വപ്നത്തിൽ വന്നു. കുഞ്ചുസ്വാമി എഴുതിയിരിക്കുന്നതാണ്. ജഡ ഉണ്ട്, രുദ്രാക്ഷമുണ്ട്. എന്നിട്ട് ഈ രൂപം പഞ്ചാക്ഷരി മന്ത്രം ചെവിയിൽ ഓതിക്കൊടുത്തു. ഓം നമഃ ശിവായ ഓതിക്കൊടുത്തു. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇത് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഇത് ഓർമ്മയ്ക്ക് വേണ്ടി ഓതിക്കൊടുത്തു. അങ്ങനെ കുളിക്കുമ്പോഴൊക്കെ കേട്ട മന്ത്രം മറന്നുപോയതൊക്കെ വീണ്ടും ഓർമ്മയിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത് പാലക്കാടൊക്കെയാണല്ലോ ബ്രാഹ്മണർ പണ്ടാരങ്ങളും, ബ്രാഹ്മണർ മാത്രമല്ല പണ്ടാരങ്ങളും വിഭൂതി സഞ്ചി കൊണ്ടു നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഭസ്മം ഇടാനുള്ളതൊക്കെ ആയിരിക്കും. വിഭൂതി സഞ്ചി എന്ന് എഴുതിയിട്ടുണ്ട്, നമ്മളിവിടെ ഒന്നും കാണുന്നതല്ല. അപ്പോൾ എനിക്കും ഒരു വിഭൂതി സഞ്ചി വേണം എന്നൊരാഗ്രഹം തോന്നി. പക്ഷെ അത് വാങ്ങിക്കാനുള്ള പൈസയില്ല. പക്ഷേ ശിവൻ പറഞ്ഞു, ഇന്നടുത്തൊരു മരത്തിൻ്റെ ചുവട്ടിലൊന്ന് പോയി നോക്കൂ എന്ന്. ഇത് പറയലേ രാത്രി സ്വപ്നത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ കുറേ നാണയങ്ങൾ ഉണ്ട്. അത് 3 കാലണ ആണ്. അതാണ്. അതുമായിട്ട് പോയി കടയിൽ പോയി വിഭൂതി സഞ്ചി മേടിച്ചു. അത് കഴിഞ്ഞിട്ടൊരു രുദ്രാക്ഷമാല വേണം എന്ന് തോന്നി. ഈ വിഭൂതി സഞ്ചിയൊക്കെ മേടിച്ചിട്ട് നടക്കുമ്പോൾ തന്നെ വഴിയിലൊരു താമര കിട്ടി. ആ താമര എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടുവിൽ സ്വർണ്ണ നൂലിൽ കെട്ടിയൊരു രുദ്രാക്ഷം, ഗോൾഡൻ ത്രെഡ് എന്ന് എഴുതിയിരിക്കുന്നത്, സ്വർണ്ണ നൂലിൽ കെട്ടിയൊരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു. പിന്നെ രുദ്രാക്ഷമൊക്കെ ധരിക്കാൻ തുടങ്ങി. വീട്ടുകാർക്ക് ഇങ്ങനൊരു രീതി ജാതകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്, അല്ലാതെ നീ എന്ത് ഭ്രാന്ത് കാണിക്കുക എന്നൊന്നും ചോദിച്ചില്ല. 10ാമത്തെ വയസ്സിൽ അച്ഛൻ തിരുവിളയാടൽ പുരാണം പാരായണം ചെയ്യുന്നതൊക്കെ കേൾപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അച്ഛൻ ഇതിനെ സപ്പോർട്ട് ചെയ്താണ് നിന്നത്. ആ കാലത്ത് കൊടുമുടി സ്വാമി എന്ന് പറഞ്ഞൊരാൾ വന്നു. കൊടുമുടി സ്വാമി എന്ന് പറയുന്നത് ഈറോഡിൽ, സേലം ഈറോഡ്, പാലക്കാട് നിന്ന് വലിയ ദൂരമില്ലല്ലോ, ആ ഭാഗത്ത് അറിയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സ്വാമിയാണ്. ഈ ഭൈരവ ഭക്തിയും ഒക്കെ ഉള്ള ആൾ.
ഈ കൊടുമുടി സ്വാമി വന്നു കഴിഞ്ഞ് ഒറ്റമുണ്ടിലൊക്കെയാണ് അദ്ദേഹം അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നു. കൊടുമുടി സ്വാമിയെ നമുക്ക് കാണാം എന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കുഞ്ചു. കാരണം ശിവൻ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ഭഗവാൻ തന്നെയാണ് ഗുരു, പിന്നെ എന്ത് സ്വാമി എന്ന് ഉള്ള വിചാരത്തിലാണ് ചെയ്യാതിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ 18 വയസ്സൊക്കെ ആയപ്പോൾ, പിന്നെ 8 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എലപ്പാണ്ടി കുപ്പാണ്ടി സ്വാമി എന്ന് പറഞ്ഞൊരാൾ അവിടെ വന്നു. ശരിക്കും വേദ പണ്ഡിതനാണ് അദ്ദേഹം. ഈ വീട്ടിൽ നിന്ന് 3 മൈൽ അകലെയായിരുന്നു. സ്വാമി വേദാന്തം ഒക്കെ ആളുകൾ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് അച്ഛൻ കുഞ്ചുവിനെ അവിടെ കൊണ്ടുപോയി ആക്കി. ഞാൻ ഉച്ചയാകുമ്പോൾ വരാം, ഇവിടെയൊക്കെ എന്താണെന്ന് നോക്കിയിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കൈവല്യ നവനീതം ആണ് ഈ കുപ്പാണ്ടി സ്വാമി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് അദ്ദേഹം ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ കാണുന്നത് എന്താണ്, ഒരു ഡൈവേർഷനായിട്ടാണ് കണ്ടിരുന്നത്. അതിലൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം പഠിപ്പിക്കുന്ന ആളാണല്ലോ. അതേസമയം എന്ന് പറഞ്ഞാൽ അത് വെറുതെ നമ്മളുടെ മനഃചാഞ്ചല്യം മാത്രമാണ്. അത്ഭുത പ്രവൃത്തികളൊക്കെ മുക്തിക്കുള്ള മാർഗം സാധനയാണ് എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഈ കുഞ്ചുവിനോട് ചോദിച്ചു, എന്താ പഠിക്കണ്ടേ? ഞാൻ നിനക്ക് വേണമെങ്കിൽ പുരാണങ്ങൾ പഠിപ്പിക്കാം, ജ്യോത്സ്യം പഠിപ്പിക്കാം, മന്ത്രവാദം പഠിപ്പിക്കാം, ചികിത്സ അത് പഠിപ്പിക്കാം, അല്ലെങ്കിൽ വേദാന്തം പഠിപ്പിക്കാം, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വേദാന്തം മതി എന്ന് പറഞ്ഞു. സ്വാമിക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ പനയോലയിൽ ഉണ്ടായിരുന്ന കൈവല്യ നവനീതത്തിൽ നിന്ന് 6 ശ്ലോകങ്ങൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പനയോലയിൽ നിന്ന് സ്വാമി കൈവല്യ നവനീതത്തിൽ നിന്നുള്ള 6 ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇത് നന്നായിട്ട് ഹൃദയസ്ഥമായിട്ട് പഠിക്കുക എന്നാണ്. ആ 6 ശ്ലോകങ്ങൾ എന്താണെന്ന് ഞാൻ നോക്കിയിരുന്നു. അത് പ്രേക്ഷകരോട് ചെറുതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ശുദ്ധബോധം, ബ്രഹ്മം, വിവേകം, വൈരാഗ്യം എന്നുള്ളതാണ്. അതിന് 6 ഗുണങ്ങൾ നമുക്കുണ്ടാവണം. ഇതാണ് നമുക്കൊക്കെ ഇത് കൈവരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം. 6 ഗുണം ഇല്ല. 6 ഗുണം, തമോ ഗുണം മാത്രമേ ഉള്ളൂ. അതെ. സമം, ധമം, ഉപരതി, തിദിക്ഷ, സമാധാനം, ശ്രദ്ധ. ഇതിൽ ചില വാക്കുകൾ ആളുകൾക്ക് നല്ല പരിചയമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. സമം എന്ന് പറയുന്നത് മനോനിയന്ത്രണം ആണ്, ആത്മസംയമനമൊക്കെ, മനസ്സിനെ പിടിച്ചു നിർത്തുക. പിന്നെ ധമം, അത് വികാര നിയന്ത്രണം ആണ്. ഉപരതി എന്ന് പറയുന്നത് ജാതി, മതം, കുടുംബം ഇതിനെയൊക്കെ മറക്കുക നമ്മൾ ഈ പാതയിലേക്ക് ചെല്ലുമ്പോൾ, അതാണ്. അല്ലാതെ ഉപരതി എന്ന് കേട്ടിട്ട് ഏതെങ്കിലും ഒരു സ്വാമി അങ്ങനെ ആവാമല്ലോ, സ്വാമി ഇത് വേറെ തരം രതി ആണ് എന്ന് വിചാരിച്ച് അങ്ങനത്തെ സ്വാമിമാരും ഒക്കെ ധാരാളം കാണും, ഉണ്ട് സ്വാമി പോലെ. അതെ. അപ്പം ജാതി, മത, കുടുംബങ്ങളൊക്കെ വർജിക്കുക. തിദിക്ഷ, സഹനം എന്ന് പറയാം ഒറ്റ വാക്കിൽ. സമാധാനം എന്ന് പറയുന്നത് ശരിക്കും മനനം എന്നുള്ള കാര്യമാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ജ്ഞാനോദയമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് സ്വാമി പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷമയൊക്കെ, വേദാന്തം. അതാണ് വേദാന്ത സാരം. അത് ഇയാളത് ആ ശ്ലോകങ്ങളൊക്കെ ഉണ്ട് കൈവല്യ നവനീതം തമിഴ്, 6 ശ്ലോകങ്ങൾ ഇയാൾ എഴുതിയ ഓർമ്മകളിൽ കുഞ്ചുസ്വാമി. അതിൻ്റെ അർത്ഥം ഇതാണ്: 15 ദിവസം കൊണ്ട് 100 ശ്ലോകങ്ങൾ മനപ്പാടാക്കി. 15 ദിവസം കൊണ്ട്. ആ സമയത്ത് വലിയൊരു പണക്കാരൻ, ഈ സ്വാമിക്ക് ഒരുപാട് ധനിക ആരാധകർ, അനുയായികളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരാൾ പൊള്ളാച്ചി രംഗസ്വാമി ഗൗണ്ടർ. ആയുടെ അവിടെ വന്നു താമസിക്കുകയൊക്കെ ചെയ്തു. പുതുപ്പാളയത്ത് നിന്നുള്ള ആളാണ്. ആ സമയത്ത് യോഗവാസിഷ്ടം പഠിപ്പിച്ചു സ്വാമി കുഞ്ചുവിനെ. അപ്പോൾ കുഞ്ചു പിന്നെ പറയാൻ തുടങ്ങി, എനിക്കിങ്ങനെ ദർശനങ്ങൾ അങ്ങനെയൊന്നും കിട്ടുന്നില്ല, ആത്മീയ അനുഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് എന്താണ് മാർഗം? ഞാനൊരു തീർത്ഥയാത്ര പോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഇനി ഇങ്ങനെ ആത്മീയമായ വലിയ അനുഭവങ്ങളുള്ള ഏതെങ്കിലും ഗുരു ഉണ്ടോ എന്ന് ചോദിച്ചു സ്വാമിയോട്, കുപ്പാണ്ടി സ്വാമിയോട്. അപ്പോൾ സ്വാമി പറഞ്ഞു, ഉണ്ട്, രമണ മഹർഷി എന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്നടത്തുണ്ട്, അദ്ദേഹത്തിനെ പോലെ വേറൊരാളില്ല. രമണ മഹർഷിയെ പറ്റി പറയുമ്പോൾ
ശ്രീ അരബിന്ദനില്ലേ, അരബിന്ദോ പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ആളുകളോട് പറഞ്ഞിരുന്നു അത് രമണ മഹർഷിയുടെയും അരവിന്ദൻ്റെയും വായിക്കാം. ഹീ ഈസ് ദ ഹെർക്കുലീസ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് അരവിന്ദൻ പറഞ്ഞതായിട്ട്. ഞാനൊക്കെ നിസ്സാരനാണ് എന്നുള്ള മട്ടിൽ. അപ്പോൾ അങ്ങനെ തീർത്ഥയാത്രയിൽ നീ തീർത്ഥയാത്രയ്ക്കൊന്നും ഇപ്പോൾ പോകണ്ട, രമണ മഹർഷിയുടെ അടുത്തും ഇപ്പോൾ പോകണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 വർഷത്തിനുള്ളിൽ ജീവസമാധിയിലെത്തും എന്ന് പറഞ്ഞാൽ മരണത്തിൽ. ആ സമയത്ത് നീ എൻ്റെ കൂടെ വേണം, പിന്നീട് ആശ്രമം നോക്കേണ്ടത് നീയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടുകാരനായിട്ടുള്ള രാമകൃഷ്ണനെ അങ്ങോട്ട് അയച്ചു, തിരുവണ്ണാമലയിലേക്ക്, കുഞ്ചു. പിന്നെ രാമകൃഷ്ണ സ്വാമി എന്ന് പറഞ്ഞിട്ട് അവിടെ സ്വാമിയായിട്ട് ചേരുന്നുണ്ട് അങ്ങേര്. പിന്നെ ഈ രമണ മഹർഷി 16 വയസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ജീവസമാധിയുടെ സമയമായി എന്ന് കുപ്പാണ്ടി സ്വാമി പറഞ്ഞു. അപ്പോൾ ആരാധകർ, ഈ പൈസയുള്ള ധനികരെല്ലാം കൂടി അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കാൻ തുടങ്ങി. പാലക്കാട് ഒരു ഗുഹ പോലെ ഇദ്ദേഹത്തിന് സമാധിക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പുള്ളി ഡേറ്റൊക്കെ പറഞ്ഞു. 3 ദിവസം പാല് മാത്രം കുടിച്ചു. അത് കഴിഞ്ഞ് വൈകിട്ട് 3 മണിക്ക് ഞാൻ സമാധിയാവും, ഞാനിങ്ങനെ ആടും, അങ്ങനെ ആടുന്ന സമയത്ത് നിങ്ങൾ ഗുഹ അടയ്ക്കണം, ഞാൻ സമാധിയായിക്കോളും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ ആ 3 മണിയൊക്കെ ആകാനൊക്കെ നോക്കി, ഈ ആരാധകരുമൊക്കെ. സംഗതി എന്താണെന്ന് വെച്ചാൽ ആള് പണ്ഡിതനും കാര്യമൊക്കെ ആണെങ്കിലും ആ സമയത്ത് അങ്ങനെ സമാധിയായില്ല. അതോടുകൂടി ഈ സ്വാമിയെ പറ്റി ജനത്തിൻ്റെ ഇടയിൽ മതിപ്പോയി, ഭയങ്കര പുച്ഛമായി. എന്തായാലും അങ്ങേര് സമാധിയായില്ല, ഇനി പോകാമല്ലോ. അപ്പോൾ കുഞ്ചു എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാലക്കാടിന് മുമ്പുള്ളൊരു ചെറിയ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റേഷൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് കാട്ട്പാടിക്ക് ടിക്കറ്റ് എടുത്തു. അപ്പോൾ കാട്ട്പാടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനി വൈകുന്നേരം 6 മണിക്ക് ട്രെയിനുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. 6 മണിക്കടുത്ത് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ട്രെയിൻ പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. അന്ന് യാത്രയൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് ഇലന്തപ്പഴമൊക്കെ തിന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ മറ്റേ കൗണ്ടറിലുള്ള ആൾ പറഞ്ഞു തിരുവണ്ണാമലയ്ക്കുള്ള ടിക്കറ്റ് കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ തിരുവണ്ണാമലയിൽ ഇപ്പോൾ പ്ലേഗ് ബാധയാണ്. അപ്പോൾ അങ്ങോട്ട് ട്രെയിൻ ഓടുകയില്ല, അങ്ങോട്ടുള്ളതും കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തിരുക്കോയിലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. അതിനുള്ള പൈസ ഇല്ല കുഞ്ചുസ്വാമിയുടെ കയ്യിൽ. എന്താണെന്ന് വെച്ചാൽ ഒരു 4 രൂപയും കൂടി വേണം അങ്ങോട്ടുള്ള. അപ്പോൾ ടിക്കറ്റിന് പൈസ കൂടുതലാണ് അങ്ങോട്ടുള്ള, മറ്റേതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ റെയിൽപാളത്തിൽ കുറച്ചപ്പുറത്ത് ഒരു 4 രൂപ കിടക്കുന്നു, കൃത്യമായ തുക. അത് കൊടുത്ത് ടിക്കറ്റ് മേടിച്ചു. എന്നിട്ട് ഈ തിരുക്കോയിലൂരിൽ ചെന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്നും ഈ റിക്ഷയിലുമൊക്കെ കയറിയുമൊക്കെ ഇവിടെ ചെന്നു. അന്ന് ഈ സ്കന്ധാശ്രമത്തിലാണ് താമസിക്കുന്നത് രമണ മഹർഷി. ഇപ്പം നമ്മൾ ചെല്ലുന്ന ആശ്രമ സ്ഥലത്തല്ല ഇത്. സ്കന്ധാശ്രമം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ട് അവിടെ. അന്നൊരു ഗുഹയുമൊക്കെ ആയിരുന്നു. അദ്ദേഹം ബിരുഭാഷ ഗുഹയിലുമൊക്കെ തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ സ്കന്ധാശ്രമത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഉടനെ നേരത്തെ പറഞ്ഞു വിട്ട ആ രാമകൃഷ്ണ സ്വാമി രാമകൃഷ്ണൻ അവിടെ ഉണ്ട്. അപ്പോൾ സൗകര്യമായി രമണ മഹർഷിയെ പോയി കാണാനും കാര്യങ്ങൾക്കുമൊക്കെ. ഈ ചെന്ന ദിവസം കുഞ്ചു ചെന്ന ദിവസം ഈ ഏറ്റവും അറിയപ്പെട്ടിരുന്ന രമണ മഹർഷിയുടെ സഹായിയായിട്ടുള്ള അണ്ണാമലൈ സ്വാമി പ്ലേഗ് ബാധിച്ചു മരിച്ചു. അപ്പോൾ എല്ലാവരും വലിയ ദുഃഖത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് രമണ മഹർഷിയെ പോയി കുഞ്ചു കാണുന്നത്. ആളുകളൊക്കെ ദുഃഖിച്ചിരിക്കുന്നു, അണ്ണാമലൈ സ്വാമിയൊക്കെ. അപ്പോൾ എല്ലാവരോടും രമണ മഹർഷി പറഞ്ഞു, ഇനി നിങ്ങളാരും കരയരുത്, പോയവന് പകരം ഇതാ അടുത്ത ആൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് കുഞ്ചുസ്വാമി അവിടെ എത്തുന്നത്. ഇനി കുഞ്ചുസ്വാമിയുടെ കഥ നമുക്ക് വേറെ സമയത്ത് പറയാമായിരിക്കും. പക്ഷെ രമണ മഹർഷി അന്ന് വീട് വിട്ടിറങ്ങിയല്ലോ. വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല.
അപ്പോൾ വീട്ടുകാർ പലയിടത്തും ആളുകളെ തിരക്കാൻ അയച്ചു ഈ കുട്ടിയെ. 16 വയസ്സുള്ള കുറച്ച് പൈസ ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, ഫീസായിട്ട് കൊടുത്തതോ മറ്റോ, പരീക്ഷ എഴുതാതെ ആ ഫീസിനുള്ള തുകയായിട്ടാണ്. അന്ന് രമണ മഹർഷിയുടെ വീട്ടുകാർ രമണ മഹർഷിയെ അന്വേഷിച്ചു വന്നൊരു സ്ഥലമാണ് തിരുവനന്തപുരം. അന്ന് അവിടെ ഒരു ഖാദി സ്റ്റോർ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ സെയിൽസ്മാൻമാരും ഒക്കെ ആയിട്ട് ഒരു സേവനം എന്നുള്ള നിലയ്ക്ക് ആ ഖാദി സ്റ്റോറിൽ അന്ന് ഉണ്ടായിരുന്ന ആളാണ് സദാശിവം. ആ സദാശിവമാണ് പിന്നീട് MS സുബ്ബലക്ഷ്മിയെ കണ്ടെത്തി വിവാഹം ചെയ്യുന്നത്. സുബ്ബലക്ഷ്മിയുടെ ഭർത്താവ് സദാശിവം. ഏതായാലും നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില അനുഭവങ്ങളിലൂടെയാണ്, അറിവുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനിയിപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ അണ്ണാമല വരെ എത്തി, തിരുവണ്ണാമല വരെ എത്തി, രമണ മഹർഷിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. എനിക്ക് തോന്നുന്നു അടുത്ത കഥാമയിൽ രമണാശ്രമത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.